നിങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പണിക്കോട്ട് ചെയ്യും. അത് അവന്റെ ഇത് എല്ലാ ഇന്റർവ്യൂലും പറയും, പക്ഷേ പോവില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫാൻ മൂവ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും എടുത്തു പറയാൻ പറ്റുന്ന ഓർക്കാൻ ഒരു ഫാൻ മൂവ്മെന്റ് ഉണ്ടോ? ഇങ്ങനെ പോകണം. ഫാൻ മൂവ്മെന്റ് ഉണ്ടോ? എന്താ സംഭവം? നല്ല ഫാനുണ്ട് രണ്ടെണ്ണം. അല്ലെങ്കിൽ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു നറുക്കെടുപ്പുണ്ട്. നറുക്കെടുപ്പുള്ള സമയത്ത് ഒരു ചേച്ചി പറഞ്ഞു അതെനിക്ക് കിട്ടി, ആ സമ്മാനം എനിക്ക് എടുത്തന്നാ നാസർ ഖാനെ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാറ്. ആ സമ്മാനം ഇയാൾ തപ്പി പിടിച്ച് അതിനെ എടുത്തു. അല്ല, നറുക്കെടുത്തു, ആ സ്ത്രീക്ക് കിട്ടി. അപ്പൊ ആ ഭർത്താവിനോട് പറഞ്ഞോ, ആ ഇക്ക നറുക്കെടുക്കണേ ഞാന് ആ ഇക്കാനെ കേറിപ്പോയി ഒരു അഗ്ഗിന്ന് പറഞ്ഞു. അപ്പൊ അവര് വന്ന് ചെയ്തു. അപ്പൊ ഞാൻ നാസർക്ക നിങ്ങള് അവര് വരുമ്പോ മാറി വേണ്ടാന്ന് പറയണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു എന്റെ പണി വെക്കുന്നത്. അപ്പൊ എന്നോട് വണ്ടിയത്. അത് കഴിഞ്ഞ് ഈ വീഡിയോ പുറത്തിറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു ആകെ പ്രശ്നമായിട്ട് മകളും മരുവനൊക്കെ കണ്ടിട്ട് ഒരു ചീത്ത അറിയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെ പണിയാക്കി. ശരിക്കും കൂട്ടത്തിൽ ഇൻട്രോവേർട്ട് ആരാ? നാസർക്കാട് വെച്ചാൽ മതി. ഇൻവെർട്ടർ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഇല്ലാന്ന്, ഇവിടെ സാധാ ഇലക്ട്രിസിറ്റി മാത്രമേ ഉള്ളൂ. ഇൻവെർട്ടറിന്റെ പരിപാടി അത് മൂപ്പര് വെക്കണമെന്ന് ആഗ്രഹം, പക്ഷെ ഇൻവെർട്ടർ അതല്ലേ വെക്കണം ചോദിച്ചേ, മനസ്സിലായില്ല. പബ്ലിക്കിൽ പോയി കഴിഞ്ഞാൽ ഞാനാണ് സംസാരിക്കില്ല. ഞാൻ സംസാരിക്കാം, ആള് പിന്നെയും സംസാരിക്കും. എനിക്ക് ഉള്ളെന്നൊരു പറയല് വരും. അത് പുറത്ത് ഫേസ് ചെയ്യും. നേരെ മറിച്ച് വീഡിയോ പരിചയപ്പെട്ടവരുടെ ഇടയിലൊക്കെ നല്ല ആക്റ്റീവായി സംസാരിക്കും. അതാ ഫസ്റ്റത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതൊന്നൊരു 2-3 ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാൻ മാക്സിമം പിന്നിലേക്ക് നിൽക്കാറാണ് സ്റ്റേജിൽ അവിടെ ഇവിടെ പോയി. പിന്നെ അത് അങ്ങനെ എന്താ പറയാ, നമുക്കൊന്നും കിട്ടില്ല, സംസാരിക്കാൻ കിട്ടില്ല. നോക്കി നോക്കുമ്പോ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ സമാധാനം. നമ്മളെ പ്രഭാസ് അടക്കം അങ്ങനെയാണല്ലോ. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ഐഡന്റിഫൈ ചെയ്യും. ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടോ നിങ്ങളുടെ 5 പേരുടെ ലൈഫിൽ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഓരോ ആവശ്യത്തിന്, പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ കൂടി എന്തെങ്കിലും വല്ല ഹോസ്പിറ്റൽ അങ്ങനെ എവിടെയെങ്കിലും പോയാൽ തിരിച്ചറിയുമ്പോൾ ആളുകൾ നല്ല അവർ നമുക്കൊരു പെട്ടെന്ന് ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് അതിൽ നമുക്ക് ലൈഫിലുണ്ട്. നാസർക്കാർക്കൊക്കെ ഉണ്ട്. അത് അതേമാതിരി പോലീസിലോ അല്ലെങ്കിൽ എവിടെ പോയാലും അവര് തിരിച്ചറിയുന്നുണ്ട്. ടെസ്റ്റ് നടത്താൻ പോയിട്ട് അവര് ആർട്ടിയോ നിങ്ങളല്ലേ ശരിയാക്കിട്ട് പോയിക്കോളാൻ പറയും. പണ്ട് വേറെ ഒരു ഇത് പറയല്ല, ആൾക്കാരെ ഒരു സപ്പോർട്ട് എല്ലാരും ഏത് ഉദ്യോഗസ്ഥനായാലും. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ഐഡന്റിഫൈ ചെയ്യും. ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടോ നിങ്ങളുടെ 5 പേരുടെ ലൈഫിൽ? നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പ്ലേ ബട്ടൺ പ്രതീക്ഷിക്കണില്ല. പക്ഷെ നമുക്ക് ഒരിക്കലും സന്തോഷം വരുന്ന വേറെ കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഓരോ ആവശ്യത്തിന്, പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ കൂടി എന്തെങ്കിലും വരുമല്ലോ ഹോസ്പിറ്റൽ അങ്ങനെ എവിടെയെങ്കിലും പോയാൽ തിരിച്ചറിയുമ്പോൾ ആളുകൾ നല്ല അവർ നമുക്കൊരു പെട്ടെന്ന് ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് അതിൽ നമുക്ക് ലൈഫിലുണ്ട്. നാസർക്കാർക്കൊക്കെ ഉണ്ട്. അത് അതേമാതിരി പോലീസിലോ പോകുമ്പോൾ നമുക്ക് എവിടെ പോയാലും അവര് തിരിച്ചറിയുന്നുണ്ട്. ടെസ്റ്റ് നടത്താൻ പോയിട്ട് അവര് ആർട്ടിയോ നിങ്ങളല്ലേ ശരിയാക്കിട്ട് പോയിക്കോളാൻ പറയും. പണ്ട് വേറെ ഒരു ഇത് പറയല്ല, ആൾക്കാരെ ഒരു സപ്പോർട്ട് എല്ലാരും ഏത് ഉദ്യോഗസ്ഥനായാലും. പിന്നെ വേറെ സംഭവം റീലിന് മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു പോലീസ് പെരുമാറിയത്. എപ്പോഴും ഫൈൻ എഴുതി കൊടുക്കും. നമുക്ക് ഇതിലൂടെ ഈ ഇതുണ്ടല്ലോ, ഈ ഫെയിം കിട്ടിയ കാരണം നമ്മൾ ഒരിക്കലും കാണണം വിചാരിച്ച പല ആളുകളുടെ കൂടെയും വേദി പങ്കിടാനും അതുപോലെ ഒരുമിച്ച് ഫുഡ് കഴിക്കാനും പല ഇതിനും അവസരങ്ങൾ കുറെ കിട്ടി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരാളെ പറഞ്ഞ മറ്റുള്ളവർക്ക് വിഷമമായാലും ആലോചിച്ചെടുത്ത് ആരെങ്കിലും മിസ്സായ ഒരുപാട് പേരുണ്ട്. രാഷ്ട്രീയ നേതാക്കാരോ സിനിമാക്കാരോ ഈ പാട്ടുകാരോ അങ്ങനെ ഒരുപാട്, അതല്ലാതെ ബിസിനസ് ചെയ്യുന്നവരും എല്ലാ തരത്തിലും സോഷ്യൽ മീഡിയയിൽ തന്നെ ഫേമസ് ആയ ആളുകൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരായിട്ടും കണക്ഷൻ കിട്ടിയിട്ടുണ്ട്.
അതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് വരുന്നത്. ഇൻബോക്സിൽ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിൽ ഗേൾസ് ഫാൻസ് ഒക്കെ വരാറുണ്ടോ? നിസാമാണ് അത് നോക്കുന്നവരാണ് ഇവനക്ക് വരാറുണ്ട്, എനിക്ക് വരാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് ആരും കൊടുക്കൂല മെയിൻ അക്കൗണ്ട്. ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ ഫേക്ക് അക്കൗണ്ട് ഉള്ള ജുനൈസ്. എത്ര ഉണ്ട്? എണ്ണിട്ടില്ല. ഫേക്ക് അക്കൗണ്ട് ഒന്നും 2 അക്കൗണ്ട് ഉണ്ട്. രണ്ട് ഫേക്ക് ആണോ? അല്ല, ഒന്ന് പുലിവാൽ മീഡിയ പേജും ഒന്ന് പിന്നെ പേഴ്സണൽ പേജ്. എന്ത് ഫാൻസ് 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 ഒന്നും താല്പര്യമില്ല. നമ്മള് ക്യാമറയുടെ പിന്നിലല്ലേ. നമുക്ക് എന്താ അതൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂല് കളർ ആവണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ തൊട്ടേ അയൺ ചെയ്തൊക്കെ കൊണ്ടുവന്ന ഇത് ഞാൻ രാവിലെ അയൺ ചെയ്ത ഇന്നലെ വൈഫിനായിട്ട് തെറ്റിക്കേറുന്നു. ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. രാവിലെ ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ ഇട്ട് വന്ന. ഇന്റർവ്യൂ ഉണ്ട് പറഞ്ഞപ്പോ വൈഫ് പ്രത്യേകം പറഞ്ഞിരുന്നു അതൊന്നും വിളിച്ചു പറയണ്ട. അതാണ് മിണ്ടാതിരിക്കണേ. അവനോടല്ല എന്നോട്. ഞാൻ നല്ല സംസാരിക്കണ്ട. എന്തെങ്കിലും സംസാരിക്കുന്നൊക്കെ. ശരിക്കും കൂട്ടത്തിൽ ഇൻട്രോവേർട്ട് ആരാ ഈ കൂട്ടത്തില്? ഇൻവെർട്ടർ ഇവിടെ ഉണ്ടല്ലോ. കുറെ ഞാൻ വെക്കണം അത് മൂപ്പര് വെക്കണം ആകുന്നു. പക്ഷെ ഞാന് ഈശ്വര, ഇതെങ്ങനെ നാസർക്ക് ഇന്റർവേർട്ട് അല്ല. അല്ല അതിന്റെ അർത്ഥം അതിലധികം സംസാരിക്കാത്ത, ഭയങ്കര ഒതുങ്ങിയൊക്കെ നിക്കണേ, അധികം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പബ്ലിക്കില് പോയി കഴിഞ്ഞാൽ ഞാനാണ് സംസാരിക്കില്ല. അപ്പം ഞാൻ സംസാരിക്കും. ആള് പിന്നെയും സംസാരിക്കും. എനിക്ക് ഉള്ളൊന്നൊരു പറയല് വരും. അത് പുറത്ത് ഇങ്ങനെ ഫേസ് ചെയ്യും. നേരെ മറിച്ച് വീഡിയോ പരിചയപ്പെട്ടവരുടെ ഇടയിലൊക്കെ നല്ല ആക്റ്റീവായി സംസാരിക്കും. അതാ ഫസ്റ്റത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതൊന്നൊരു 2-3 ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാൻ മാക്സിമം പിന്നിലേക്ക് നിൽക്കാറാണ്. സ്റ്റേജിൽ അവിടെ ഇവിടെ പോയി. പിന്നെ അത് അങ്ങനെ എന്താ പറയാ, നമുക്കൊന്നും കിട്ടില്ല, സംസാരിക്കാൻ കിട്ടില്ല. നോക്കി നോക്കുമ്പോ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ. സമാധാനം. നമ്മളെ പ്രഭാസ് അടക്കം അങ്ങനെയാണ്. പിന്നെ ഞാൻ ആ സ്വഭാവം അങ്ങനെ ഷോയിലൊക്കെ പോയപ്പോ സ്റ്റേജിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോ ജുനൈസ് മാത്രം പറയാതെ ഉണ്ട്. പക്ഷെ നമ്മളെ ആളുകൾ വിചാരിക്കില്ല ഇപ്പൊ ഇവർ 2 തമാശ പറയും. അങ്ങനെയാണല്ലോ നമ്മള് വിചാരിക്കണേ. അത് പറയില്ല. പക്ഷെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോ വന്നിട്ട് പറയും 2 തമാശ. 2 തമാശ ബീഫ് ഫ്രൈ വേണമെങ്കിൽ പറയാം. തമാശ ശരിക്കും ആളുകളുടെ ആ ഒരു ജഡ്ജ്മെന്റിൽ എപ്പോഴും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ടോ? ചിലപ്പോൾ നമുക്ക് എപ്പോഴും തമാശ ചിരിച്ചുകൊണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അത് ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് കാരണം അവര് നമ്മളെ കണ്ടിട്ട് അവരിലെ ഒരാളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഫ്രീഡം നമ്മളെടുത്തെടുക്കും. പല സ്ഥലത്ത് പോയിട്ടും ഇടങ്ങാറാണ്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം അവരിൽ നമ്മളെ ഇങ്ങനെ വെച്ചാല് എവിടെ കണ്ടത് എങ്ങനെ കണ്ടത് പരിചയം ഉണ്ടാവില്ല. പക്ഷെ നല്ല പരിചയമുള്ള ആളാവും. അപ്പൊ അങ്ങനെ ഇങ്ങനെ വന്ന് ചോദിക്കാനും മടി ഉണ്ടാവും. അത് ചോദിച്ചാൽ ഇന്ന ആളാന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊരു സന്തോഷമായിട്ട് ചില കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫാൻ മൂമെന്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഓരോരുത്തർക്കും എടുത്തു പറയാൻ പറ്റുന്ന ഓർക്കാൻ ഒരു ഫാൻ മൂമെന്റ് ഉണ്ടോ? കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടോ? അതോ അല്ല, ആരാധകര് ഇപ്പൊ ഇക്കാന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കല്ലോ. അപ്പൊ ആരാധകരുണ്ടാവില്ലേ? അപ്പൊ ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു ആരാധകനെ എപ്പോഴും ഓർത്ത് വെക്കുന്ന മൂമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഇഷ്ടം പോലെ ഉണ്ട്. അല്ലേന്ന് സ്റ്റേജിൽ നിന്ന് ഒരു ഫാൻ മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ പറഞ്ഞാല് ഇവിടെ നമ്മൾ ഈ പരിപാടി എല്ലാം നിർത്തി ഇവിടെ പോകേണ്ടി വരും. പാത്രം കൊണ്ട് ഏറി പിന്നെ പറയാതെ അങ്ങനെ അത് വേണ്ട, വേറെ പറഞ്ഞോളൂ. ദൂരത്തുനിന്നൊക്കെ ബസ്സിനൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കാണാനൊക്കെ പിന്നെ അസുഖമായിട്ടിരിക്കുന്ന ആൾക്കാർ വയനാട്ടില് നാസറിന് ആരാധകരുണ്ട്. പുള്ളിക്ക് എന്താ പ്രശ്നം? ആള് ഇവിടെ വന്നിട്ട് കാണാൻ ദുബായിലൊക്കെ ബിസിനസ് ആളാണ്. ബിസിനസ്മാനാണ്. അത്ര ഇഷ്ടം കൊണ്ട് ദുബായില് നമ്മുടെ എന്റെ ഷോപ്പിന്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. അവിടെ നാസർ പറഞ്ഞ ഒരാളുണ്ട്. കോട്ടക്കൽ നാട്ടിൽ ലീവിന് വന്ന ഒരു ദിവസം ഇവിടെ വരും. ജസ്റ്റ് ഒന്ന് കണ്ടു. ഞാൻ പറയാം അവരോട് വരുമ്പോ വിളിക്കണല്ലേ. ഞാൻ ഇവിടുത്തെ ഓട്ടം പോയില്ല, ഇങ്ങനെ പ്രോഗ്രാമെല്ലാം വീഡിയോ എടുക്കാൻ പോയാൽ അത്ര ദൂരത്ത് നമുക്ക് കാണാൻ പറ്റാതെ ബുദ്ധിമുട്ടല്ലേ. വിളിച്ചിട്ട് വരാൻ പറയും. അല്ലേത്തെ ഫാൻ മൊമെന്റ് ഇവിടെ പറയണം. അല്ലെങ്കിൽ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു നറുക്കെടുപ്പുണ്ട്.
നറുക്കെടുപ്പുള്ള സമയത്ത് ഒരു ചേച്ചി പറഞ്ഞു ലൈൻ കട്ട്. അത് എനിക്ക് കിട്ടി, ആ സമ്മാനം എനിക്ക് എടുത്തന്ന യാസർ ഖാനെ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാറ്. ആ സമ്മാനം ഇയാൾ തപ്പി പിടിച്ച് അതിനെ എടുത്തു. ആ സ്ത്രീക്ക് കിട്ടി. അപ്പോ ആ ഇക്ക നറുക്കെടുക്കണേ ഞാന് ആ ഇക്കാരെ കേറിപ്പോയി ഒരു അഗ്നി എന്ന് പറഞ്ഞു. നിന്റെ ഇടയിൽ യാതൊരു അറിയാതെ നോക്കി അതങ്ങനെ അവര് വന്നു. അപ്പൊ അവര് വന്ന് ചെയ്തു. അപ്പൊ ഞാൻ അവസരക്ക അവര് വരുമ്പോ വേണ്ടാന്ന് പറയണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു എന്റെ പണി വെക്കുന്നത്. അപ്പൊ എന്നോട് വണ്ടിയത്. അത് കഴിഞ്ഞ് ഈ വീഡിയോ പുറത്തിറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു എടാ ആകെ പ്രശ്നമായിട്ട് മകളും മരുവനൊക്കെ കണ്ടിട്ട് അവര് ചീത്ത അറിയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെ പണി അതൊരു ഫാൻ മൊമെന്റ് ആണ്. അല്ല അത് ഞങ്ങൾക്ക് അതിൽ അസൂയ ഉണ്ട് കേട്ടോ. പക്ഷെ ഏജ് നോക്കുമ്പോ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അവര് സ്വന്തം ഒരു അച്ഛനെ പോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഫാൻ മൂവ്മെന്റ്? നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കേട്ടില്ല. എനിക്ക് മറ്റേ ബിറൈൻ നടക്കുമ്പോ ഇങ്ങനെ പോകാം. സ്വസ്ഥമായിട്ട് വണ്ടി അവിടെ എന്താ ഇവിടെ എനിക്കും കൂടി കേൾക്കാൻ തുടങ്ങി. സെയിം ഫേസ് അല്ലേ വെച്ച് കണ്ടിരുന്നു. ഇവരെ മാറി ചോദിക്കും നിസാമി ഞങ്ങളുടെ കൂടെ പോകുന്ന ആ വിനയ ഇനിയാ വേറൊരാളുണ്ടായിരുന്നല്ലോ അവനവിടെ താടി വെച്ച് വേറൊരാളുണ്ടായിരുന്നു ഇവിടെ മാറലുണ്ട്. പക്ഷെ നിങ്ങളുടെ ആരും മാറില്ലല്ലേ? ഈ പേര് മാറ്റി വിളിക്കും. ഉണ്ണി മുകുന്ദന്നൊക്കെ വിളിക്കുന്ന പോലെ പേര് മാറ്റി വിളിക്കാറുണ്ട്. അല്ല മറിമായത്തിനൊരു അല്ലേ എന്താണ് ഒരുപാട് ആൾക്കാർ കമന്റ് ഫോട്ടോ ഒരു തവണ ഇട്ടപ്പോ എല്ലാരും ചോദിച്ചു ഇത് ആരാണ്, കുടുംബമാണോ റിലേഷൻ ആണോ ചോദിച്ചു. അത് സ്വന്തം ഏട്ടനെ പോലെയാണ് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തു. ഇവിടെ അടുത്ത് തന്നെയാണ് പട്ടാമ്പി. നിങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് പണിക്കുവേണ്ടി ജീവിക്കണം. അത് അവന്റെ എല്ലാ ഇന്റർവ്യൂലും പറയും. പക്ഷേ അല്ല ഞാന് ഒരു സമയം എങ്ങനെയാ ഒരു സമയത്ത് ഞാൻ പണിക്ക് പോയപ്പോ സത്താറ അങ്ങനെ വീഡിയോ തുടങ്ങി. ഞാൻ തുടങ്ങി കുറച്ച് വീഡിയോസ് ഒക്കെ കയറി അങ്ങനെ സംഭവം. പിന്നെ നാസർഖാനെ കൂട്ടി ഇപ്പൊ വിനയ അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല, ആഴ്ചയിൽ ഒരു ദിവസം അവൈലബിൾ ആവും. നാസർഖാനെ കൂട്ടി ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തു. അങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ ഫേമസ് ആയി. ഞാൻ അത്താറിനോട് പറഞ്ഞു നമുക്ക് അത്താറിനോട് ഞാൻ പറഞ്ഞു ഈ അവിടെ എനിക്ക് എന്തെങ്കിലും പണി സെറ്റാക്ക് ദുബായില് ഞാനോട് വരാന്നൊക്കെ പറഞ്ഞപ്പോൾ അത്താറ് എനിക്ക് തൽക്കാലം അവിടെ ഈ പോകുന്ന വീഡിയോ അവിടെ സ്റ്റോപ്പ് ആവും പറഞ്ഞു. അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞില്ലേ അത് കഴിഞ്ഞു വിഷയത്തിലേക്ക് വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ ഇവരൊക്കെ വന്നു. പിന്നെ ഞാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല വീഡിയോ നടക്കുന്നുള്ള സംഭവം വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ എവിടേക്കൊക്കെ പോയി തുടങ്ങി. ഖത്തറില് വിസ ഉണ്ട്. പിന്നെ അവരൊരു മൈലാഞ്ചിയുടെ ബിസിനസ് മൈലാഞ്ചി ബിസിനസ് അതുണ്ടെന്ന് പറഞ്ഞ അവളേക്ക് അതുകൊണ്ടാ ഓള് ഞാനതാ പറയാറ്. ചോദിക്കുമ്പോഴേ ഓരോരുത്തർ എന്താ ചോദിക്കുമ്പോ അവര് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഭക്ഷണം കഴിച്ചു. രാജസ്ഥാനിലൊക്കെ കൊടുത്തു ആഗ്രഹം പറയുള്ളൂ. ഒരു ലിസ്റ്റ് ഓഫ് ജീവിതത്തിൽ ഇനി എല്ലാ ആഗ്രഹവും വരാൻ പോണ ആഗ്രഹം വരാൻ പോകുന്ന നടക്കുന്ന ആഗ്രഹം. അല്ല ഇക്കിതിങ്ങനെ മറ്റേ സംഭവം ദുബായിലോട്ട് അടിക്കണം. അല്ല അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇതേമാതിരി ഇങ്ങനെ നിലനിന്ന് പോണം. മേലക്ക് പോയി സിനിമയിൽ കയറി നല്ല നല്ല സിനിമയിലേക്ക് കയറി വരണം. അത് മമ്മൂട്ടിന് മോനെ സൈഡാക്കണം. അതാണ് ഇപ്പൊ ആഗ്രഹം. ആ ഒരു ഇതിലേക്ക് വരണം. അത്രേ ആഗ്രഹമുള്ള നമുക്ക് പറ്റും. പിന്നെ കുന്നോളം ആഗ്രഹിച്ചാലല്ലേ. കുന്നോളം ആഗ്രഹിച്ചാലാണ് എത്ര കുന്നിക്കുരു മമ്മൂക്കനെ ലാലേട്ടനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യോ? ചെയ്യണം. അത് ആളെ ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട്
ഒരു ഡയലോഗ് പറയോ? പോ മോനെ ദിനേശ. അത് പറഞ്ഞു പറയണ പറഞ്ഞു എല്ലാം പറഞ്ഞു. പറ. അത് ജയനാണ്. മോഹൻലാലിന്റെ പറയാം. അത് നടക്കുമ്പോഴേ പറ്റുള്ളൂ. Okay. ഇതായിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ കൂട്ടത്തിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഈ ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള ആരാ? അതായത് ആർക്കും ഒരാളും ഇല്ല. ഭാഗ്യം. അതായത് ഒരു വീഡിയോക്ക് ഇപ്പൊ ഞാൻ നേരത്തെ വന്നു, ഞാൻ വെയിറ്റ് ചെയ്ത് എല്ലാവരും 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വൈകിട്ട് വന്നേ. ഞാൻ അടുത്ത വീഡിയോ ഞാൻ ചെയ്യും, ഞാൻ 15 മിനിറ്റ് വൈകിട്ട് വരും. അല്ല അങ്ങനെ എല്ലാരും എന്റെ മാത്രമല്ല എല്ലാരും നമുക്കൊരു ആഡ് ഉണ്ട് പറഞ്ഞാല് എല്ലാരും ഇത് കഴിഞ്ഞിട്ട് വേണം പോവാന്. ഇത് കഴിഞ്ഞിട്ടേ ആടുണ്ട്. ഓർമ്മിച്ചതിന് നന്ദി. ഓക്കെ, ഇപ്പൊ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കള്ളത്തരൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ആരാ? അതായത് കള്ളത്തരം പറഞ്ഞാലോ? ആ, കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല, കണ്ടുപിടിക്കും. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, എന്താ മോനെ പ്രശ്നം, അങ്ങനെ ചോദിക്കും. നമ്മളതിന് കള്ളത്തരം പറയേണ്ട ആവശ്യം വരാറില്ല. ഉള്ളത് ഓപ്പൺ ആയി അതായത് പറയാം. ഞങ്ങള് ആരും പെർഫെക്റ്റ് അല്ല ഇതില്. നമുക്ക് അല്ല ഞങ്ങള് ഒരാൾക്ക് കൂടുതൽ ഒരാൾക്കേലും പരസ്പരം അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ട് അറിയാം. എനിക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇവർക്ക് അറിയാം. അതിന്റെ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് കൊണ്ട് അറിയാം. എല്ലാ ഉടായ്പ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയോണ്ട് പിന്നെ ഒരാളെയും എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. അതുകൊണ്ട് ഇതിപ്പോ പൊക്കുന്നയാണോ താഴ്ത്തുന്നയാണോ നേരെ പോകുന്ന താഴ്ത്തുന്നേ. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഇതുണ്ട്, മറ്റേ മ്യൂസിക് എല്ലാവർക്കും ഉണ്ട്. ആരെ എപ്പോഴാ ഇറക്കേണ്ടത് പറയാൻ പറ്റില്ല. അത് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തന്നെ കുറെ സാധനങ്ങൾ വന്നാൽ തന്നെ ഒരു സിനിമയാക്കാനുണ്ട്. കുറെ കൗണ്ടേഴ്സ് പ്രൊഡ്യൂസറും പറഞ്ഞിട്ട് സിനിമ എടുത്തു നോക്കണം. ഇപ്പൊ അങ്ങനെ ഒരു മനസ്സിലാഗ്രഹം ഉണ്ടാവില്ലേ? ഇപ്പൊ ഇല്ല, കാരണം ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെ നമുക്കൊന്നും എത്തിയിട്ടില്ല. ഇനിയുണ്ട് കുറെ ഇമ്പ്രൂവ് ചെയ്യാണ്ട്. ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ കരിയറിൽ ഇപ്പൊ ഓരോ 3 വർഷം കഴിഞ്ഞു. ഇനി എല്ലാവർക്കും സ്ഥിരം കാണുന്നത് ആൾക്കാർക്ക് മടുപ്പുണ്ടാക്കും, എന്നാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഓൾറെഡി നിങ്ങളുടെ പ്ലാനിങ്ങിലുണ്ടോ? ഇത് ചെയ്യണം, ട്രൈ ചെയ്യണം? പ്ലാനിങ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അത് ആ സ്പോട്ടിൽ എന്താ വരുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യണം. അതായത് ട്രെൻഡിങ്ങിനനുസരിച്ച് നമുക്ക് പോണ്ടി വരും. ചില കണ്ടന്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ചിലത് പറയും അടിപൊളിയാണ് പറയാം. അതേ ജനങ്ങൾ തന്നെ പറയാം മറ്റേ വേറെ വല്ല പഠിക്കും പോടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എഴുതും. അല്ലെങ്കിൽ എത്ര പോരാ, ഞങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ട്. എഴുതുന്നവർക്കത് എഴുതിയാൽ മതി. ഇതിങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിയത് ഓരോന്ന് ആയി വരണ്ടേ. അപ്പോൾ ഓരോന്ന് ചിലത് പറയും കോപ്പി അടിച്ചു. അപ്പൊ അത് കാരണം ഞങ്ങള് ശ്രദ്ധിച്ച് ഓരോന്നിങ്ങനെ ചെയ്യണം. പിന്നെ ഈ കരിക്ക് പോലൊക്കെ ചെയ്യണമെങ്കിലേ അത്രയും ഹൈ അല്ല, എന്നാലും മറ്റൊരു കോമഡി ഷോർട്ട് ഫിലിം ചെയ്യണമെങ്കിലും ഒരു ക്യാമറയും അതിന്റെ മ്യൂസിക് ഇതൊക്കെ പുറത്ത് ഇത് എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതിനുള്ള ഒരു വകുപ്പില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ അതാണ് ഇപ്പൊ ഒന്നാമത് വർക്കും കാര്യങ്ങളൊക്കെ കമ്മി എല്ലാവർക്കും. പൊതുവെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. പക്ഷെ അത് പുറത്ത് കിട്ടില്ല. 5 പൈസ പുറത്ത് കിട്ടില്ല. തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു. ആളുകൾ കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോ നിങ്ങൾ പ്രൊഡ്യൂസർമാർ താമസം വീഡിയോ റവന്യൂ കിട്ടുന്നുണ്ട്, അങ്ങനെ ഓരോ വീഡിയോയില് ഓരോ ഷർട്ട് റവന്യൂ കിട്ടുന്നുണ്ട് അല്ലേ? റവന്യൂ കിട്ടി. ഇവന് എടുക്കാനും പറ്റില്ല. വിനയിൽ ഒരു ദിവസം ഒരു ഷർട്ട് എടുത്തിട്ട് 3 ദിവസം കഴിഞ്ഞ് അലക്കിയിട്ട് നോക്കിയിട്ട് കൈ പൊട്ടിയപ്പോ അത് ഇവിടെ കീറിപ്പോയി. ഇവനോട് പറഞ്ഞു പറയാൻ നിന്നോട് ആരും അലക്കാൻ പറഞ്ഞ കൈ പൊട്ടാൻ പാടില്ല. ഇവ പറയണ സ്വന്തം കടയല്ലേ? വീഡിയോ ഒക്കെ ഞാൻ നാസർക്കൊക്കെ അവിടെ എടുക്കും. വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടായി. ഇല്ലട്ടോ, അവിടെ പഴയതൊന്നുമില്ല. അതൊന്നും പഠിക്കും. ജനങ്ങൾ വിചാരിക്കും നമ്മൾ പഴയത് അല്ലേ കച്ചവടമല്ല. നാസർക്കിട്ട ഡ്രസ് അങ്ങനെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പോയി എന്നൊക്കെ. ഒരു വീഡിയോയിൽ കമന്റ് ആക്കി നാസർക്ക് ഡ്രസ് ഇട്ടിട്ടില്ല. ഇപ്പം സ്വപ്നങ്ങൾ കഴിഞ്ഞോ പറഞ്ഞിട്ട്? വിനയന് സ്വപ്നം ഉണ്ടായിരുന്നു. ഇത് സിനിമ തന്നെ സ്വപ്നം. കാണിക്കണമെന്നുണ്ട്. അല്ലാതെ ഇത് ആരെങ്കിലും നമുക്കിപ്പോ ആരും കാണുന്നുണ്ടെങ്കിൽ ഒരു അവസരം നീട്ടി പരമാവധി ചെയ്യും, പറ്റുന്ന രീതിയിൽ ചെയ്യാം. ആഗ്രഹമുണ്ട് സിനിമ. മറ്റേ അവസരം ആ അവസരം തന്ന പോലെ അല്ല, ഓൾറെഡി അവസരം ഇപ്പം നിങ്ങൾക്ക് ഒരു നല്ല കഥാപാത്രം തരാന്ന് പറഞ്ഞ് വിളിച്ച് ഈ പറഞ്ഞ എത്തിക്കഴിഞ്ഞപ്പം ആ ചാൻസ് ഇല്ല എന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെ വിളികളൊന്നും ഇല്ല.
നമ്മൾ ഓഡീഷനും ഇതൊക്കെ കാസ്റ്റിംഗ് ഹോളിലൊക്കെ അപ്ലൈ ചെയ്യും, ചിലത് വിളിക്കും, അത് ചിലത് കിട്ടുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ പലരും അറിയണവരൊക്കെ ഉണ്ടാവും, അവരുടെ കൂട്ടത്തിൽ അറിയണവരൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ കിട്ടാറൊന്നുമില്ല. നമ്മുടെ ഒരു അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ആ ഒരു ലെവലിലുള്ളത് കമന്റിൽ ഇങ്ങനെ വരും ഉടനെ സിനിമയിൽ വരും. 3 വർഷമായി കേൾക്കാം. ഈ 2 കമന്റ് കേട്ട് മടുത്തു ഞങ്ങള്. എത്ര കമന്റ് കമന്റ് വായിക്കില്ല. മറ്റേ ഇതിലത്തെ നായകൻ വർഗീസാണ്, ദുൽഖറാണോ? ഉണ്ടോ? പറഞ്ഞപ്പോ താടിയൊക്കെ തോന്നി. അങ്ങനെ പറയാറുണ്ട് ഇവരൊക്കെ. പിന്നെ ജുനൈസ് 2 ആൽബത്തിൽ അഭിനയിച്ചു ചെറുതായിട്ട്. അല്ല, ഏറ്റവും അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത അവനാ, പക്ഷെ ചാൻസ് തന്നത് അവനാണ്. ശരിക്കും അങ്ങനെ നമുക്ക് ആ താല്പര്യമില്ലാത്തവർക്ക് ഓപ്പർച്യൂണിറ്റീസ് പക്ഷെ സിനിമയിൽ അവൻ അഭിനയിക്കില്ല. ഇല്ല അതൊന്നും നേരത്തെ പറഞ്ഞ കാരണം തന്നെ അപ്പോഴേ തീരുമാനിച്ചു അങ്ങനെയുള്ള ക്യാരക്ടർ അല്ല നല്ലേക്ക് നമ്മൾ വിളിക്കും. ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ നായകന്റെ കൂട്ടുകാരനായിട്ട് എന്താ പറയാ, ഒന്നാമത് എനിക്ക് താല്പര്യമില്ല. കോൺഫിഡൻസ് ഇല്ല. പക്ഷെ നന്നായിട്ട് വീഡിയോയിൽ ചെയ്യുന്നുണ്ടല്ലോ. അല്ല കൂട്ടത്തില് ഇപ്പൊ ഉള്ള കാര്യം പറ, തീരെ അഭിനയക്കാരെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഇവരൊക്കെ വെച്ച് നോക്കുമ്പോ ഇവരൊക്കെ അഭിനയിക്കും. പിന്നെ അഥവാ ഞാൻ എന്തെങ്കിലും വെറുതെ അപ്പൊ നമ്മള് പറയാണ് അഭിനയിക്കാൻ അതെ, അറിയാം. അതെ. ഞാൻ അങ്ങനെ എനിക്കറിയാം നല്ല ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തെങ്കിലും അഥവാ അഭിനയിച്ച് ചെയ്താൽ അത് എഡിറ്റ് പറ്റും. ഇവന് വീഡിയോ ഞങ്ങളെ ബുദ്ധിമുട്ടിയിട്ട് ഓരോ എടുത്തിട്ട് ഇവനായിട്ട് എഡിറ്റ് ചെയ്യാൻ കൊടുത്താല് അവന്റെ ഒരു ക്ലിപ്പിലാണ് ഉണ്ടാവുള്ളൂ. ആ ഒരു ക്ലിപ്പ് അവൻ കറക്റ്റ് ആക്കി കാണിക്കും. ഞങ്ങളുള്ളതൊക്കെ കട്ട് ചെയ്ത് നമ്മള് നന്നായിട്ട് അഭിനയിച്ച് ചെയ്തൊക്കെ അവൻ കട്ട് ചെയ്ത് നമ്മള് പോരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് അത് ആൾക്കാരെ തെറി കേൾക്കണ്ട വിചാരിച്ചിട്ട് കട്ട് ചെയ്യണാണ്. ഞങ്ങൾക്ക് ഒന്നാമത് അഭിനയിക്കാൻ അറിയില്ല. എല്ലാരും പറഞ്ഞു നിങ്ങൾ ഭയങ്കര നാച്ചുറൽ ആണുള്ളത്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അറിയും. അഭിനയിക്കല്ല. ആദ്യം ഒരാൾ കാണിക്കും. കോഴിമുട്ട, മുട്ട, ബാക്കി പിന്നെ ഗോൾഡ് എവിടെയുള്ള ഗോൾഡ് ഉണ്ടോ? ഇതെന്താ കാണിച്ചു മോതിരം, ഇതെന്തിട്ടാണ്? അത് സമയം എടുക്കും. കോഴിമുട്ട, പൊന്ന് 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 പൊന്നി, മോതിരം, പൊന്ന് പൊന്ന് സ്വർണം, മോതിരല്ലേ, സ്വർണം, സ്വർണം, പൊന്ന് പൊന്നി, മുട്ട സ്വർണം, സ്വർണ്ണല്ല സ്വർണത്തിന് വേറെ സ്വർണം, സ്വർണത്തിന് വേറെ പേര്, സ്വർണം വേറെ പേര്, സ്വർണത്തിന് വേറെ പേരോ? പൊന്നി, 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 പൊന്ന് പൊന്നി, പൊന്നി, പൊന്ന് പൊന്ന് പൊന്മുട്ട പൊന്ന്, പൊന്മുട്ട, ആ പൊന്മുട്ട ഇടുന്ന തറോ അല്ലേ? അപ്പൊ ഗംഭീരായിട്ട് നിങ്ങൾ ഗെയിംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ വൈഫ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്കൊന്ന് ഇപ്പോഴും ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾസ് ആയിട്ട് അതിന്റെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ ആൾക്ക് ഭയങ്കര കാര്യമാണ്. ഇടക്കിടക്ക് നോക്കും, എന്തെങ്കിലും തെറ്റ് പറ്റി അങ്ങോട്ട് നോക്കും, കറക്റ്റ് ആണോ ഓക്കെ ആണോ എന്നൊക്കെ. ഞങ്ങൾ അങ്ങനത്തെ കപ്പിൾസ് ആണ്. അതെ അതെ ഇപ്പോഴും ഒരു പൂങ്കോടികളെ പോലെ. ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. മോഡേൺ ഫാമിലിയാണ്. മോഡേൺ ഫാമിലി. അതെ അതെ അത് എല്ലാരും ഒരേ സ്ഥലത്ത് പറഞ്ഞു. അനുഭവം ഉണ്ടാവും. അപ്പൊ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ 5 പേര് ഒരുമിച്ച് കട്ടക്ക് നിന്ന് ആ ഒരു സ്നേഹവും കരുതലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് നിങ്ങളുടെ വീഡിയോസിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഹാപ്പി ഡേ. പിന്നെ കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു. എന്തൊക്കെ പറയണം എപ്പിസോഡാക്കി നിങ്ങളെ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. ഞങ്ങളെ പറ്റിയ അഭിപ്രായം എന്താണ് ഇവിടെ? സൂപ്പറാണ്, അടിപൊളിയാണ്.
പറഞ്ഞു അത് രണ്ടാമത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നത് അല്ലേ? അതെ അതെ കാരണം നിങ്ങളുടെ കുറെ വിശേഷങ്ങൾ അറിയാൻ സൈന അല്ലേ? സൈന പ്ലസ് ഒന്ന് പറഞ്ഞാടി ഒന്ന് പറഞ്ഞേ സൈന പ്ലസ്. അപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് ഇനിയും പറയാനുള്ളത് ഫുൾ സപ്പോർട്ട്, ഇത്ര കാലം സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങളും, അതായത് കുട്ടികളും കുടുംബവും എല്ലാവരും പ്രവാസികളും നമ്മുടെ എല്ലാ നാട്ടുകാർക്കും പറയാനുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല സപ്പോർട്ടുകളും വീഡിയോസൊക്കെ പുതിയ പുതിയത് ഇങ്ങനെ വരും. അപ്പം അതിന് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ സംഭവം കാലിങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ അതായത് ഏകദേശം 5 മാസത്തോളം വീട്ടിൽ തന്നെ കടന്നു റെസ്റ്റ് എടുത്തു. കുറച്ച് കമ്മിയുണ്ട്. അപ്പം നമ്മുടെ ആൾക്കാർ ഇനി സപ്പോർട്ട് ചെയ്യാം. പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഏകദേശം ശരിയായിട്ടുണ്ട്. നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും പൂർവാധിക ശക്തിയോട് തിരിച്ചു വരും. അടിപൊളി, ആ പേര് കൊള്ളാം. അപ്പൊ ഒരുപാട് സന്തോഷം സംസാരിക്കാനും കാണാനൊക്കെ. താങ്ക് യു സോ മച്ച്.